നമ്മളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ്. പുതുച്ചേരി എന്ന് നമ്മളിപ്പോൾ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ പുതുച്ചേരിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് യാത്ര ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 5-6 മണിക്കൂർ യാത്ര ചെയ്ത് പുതുച്ചേരിയിലെത്തി. എന്നിട്ട് ഇവിടുത്തെ ചെക്ക് ഇൻ ചെയ്തു. നല്ലൊരു വീടായിരുന്നു. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പോണ്ടിച്ചേരി ഒന്ന് ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. നമ്മളിപ്പോൾ ആക്ച്വലി നമ്മളൊന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തോട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് സേക്രഡ് ഹാർട്ട് ബസിലിക്ക എന്ന് പറഞ്ഞൊരു ചർച്ച് കാണാനാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. അപ്പോൾ അത് നമുക്ക് പോയി കാണാം. സൈക്കിൾ അറിയോ? സൈക്കിൾ അറിയില്ല. ആ കൂടെ ഒരു കാർ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. സൈക്കിൾ സ്കൂട്ടർ പഠിക്കുന്നത്. Sacred Heart of Jesus in the Basilica. Glass painting ആണ്. ഗ്ലാസിന്റെ വർക്ക് ഭയങ്കര നന്നായിട്ട് ആവശ്യം. സൺലൈറ്റ് വരുമ്പോഴേ ഈ പള്ളിയുടെ ചെറിയ മോഡൽ ഉണ്ടാക്കി വെച്ചോണ്ട് ഒരെണ്ണെടുക്കാം. എനിക്കൊരെണ്ണം വേണം. നമ്മളിവിടുത്തെ സേക്രഡ് ഹാർട്ട് ബസിലിക്ക കണ്ടു കേട്ടോ. ഇത് 1907 പണിതാണ്. ഇത് ഗോത്തിക് റിവൈവൽ ആർക്കിടെക്ചർ ഉപയോഗിച്ചാട്ടെ ഈ ഒരു ചർച്ച് ഉണ്ടാക്കിയത്. അത് നമുക്ക് പ്രത്യേകിച്ച് ആർക്കിടെക്ചർ വിവരമില്ലാത്തവർക്ക് അത്ര മനസ്സിലാവില്ലെങ്കിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഗ്ലാസ്സുകൾ കൊണ്ടുള്ള ഡെക്കറേഷൻ ഉണ്ട്. ആ ജീസസിന്റെ ഇതൊക്കെ അതിൽ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, പല കളർ ഗ്ലാസ്സിൽ. അതാണ് നല്ല രസം ഉണ്ടായിരുന്നില്ലേ? അത്ര നമ്മുടെ നാട്ടിലെ പള്ളികൾ പോലെ ഭയങ്കര വലിയ ചർച്ചല്ല, എന്നാൽ ചെറിയ ഭയങ്കര വലുതെന്ന് പറയാൻ പറ്റില്ല. മീൻസ് അത്ര വലുതല്ല, എന്നാലും ഒരു പഴയ ഒരു 1907 പണിത ചർച്ചാണ് ഇത്. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് കഫേ ഡസ് ആർട്സ് എന്ന് പറഞ്ഞ ഒരു കഫേ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് കഫേ ദ ആർട്സ് എന്ന് പറഞ്ഞ കഫേയാണ്. ഗൂഗിളിൽ നോക്കുമ്പോൾ അതിനെ ഹോപ്പ് കഫേ എന്നാണ് പറയുന്നത്. അവിടെ നല്ല പേസ്ട്രി, ബർഗറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാട്ടോ. ഇവര് ഈ മോഡല് പണിയാണ്. നമ്മ കണ്ട നമ്മളേക്ക് ഇത് പഴയതാന്ന്. പഴയതല്ല, പഴമയുടെ ആർക്കിടെക്ചറോടുകൂടി പണിയുന്നതാ. ഇതൊരു ഹോട്ടലാട്ടാ, ഗ്രാൻഡ് ഹോട്ടൽ. ഇവിടെ വേണ്ട ബിൽഡിങ്ങിന്റെ ഒക്കെ കളറ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട് വീടുകളൊക്കെ. കഫേ നിൽക്കുന്നത് പോണ്ടിച്ചേരിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട്. അതാണ് വൈറ്റ് ടൗൺ. അവിടെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ കളറുകൾ കൊടുത്തിട്ടുള്ള ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ സ്ട്രീറ്റുകളാട്ടോ. 2 വീലർക്ക് പോകാനാണ് ബെസ്റ്റ്. ഞാനിങ്ങനെ കളർഫുള്ളായിട്ടുള്ള ടൗണ് സൗത്ത് ആഫ്രിക്കയിൽ കണ്ടിട്ടുണ്ട്, കേപ്പ് ടൗണിൽ. പിന്നെ പോണ്ടിച്ചേരിയിൽ ഒരു സ്പെഷ്യലായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യണം, ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര നല്ലതാന്ന് പറഞ്ഞൊരു ഏരിയയാണ് ഈ വൈറ്റ് ടൗൺ.
കഫേ ഡസ് ആർട്സ് എന്ന് പറഞ്ഞത് പോണ്ടിച്ചേരിയിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള കഫേ ആയിട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ആ ഒരു ഇത് സെർച്ച് ചെയ്യുമ്പോൾ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് പോപ്പ് കഫേ എന്ന് പറഞ്ഞൊരു കഫേയിലാണ്. വളരെ ആർട്ടൊക്കെ ചെയ്തൊരു കഫേ തന്നെയാണ്. ഒരുപാട് നല്ല തരത്തിലുള്ള ക്രോസാൻസ്, പിന്നെ കേക്ക്, ചീസ് കേക്ക്, പാസ്ത, ഇതൊക്കെ ഉണ്ട്. നല്ല റേറ്റും ഉണ്ട്. 200 തൊട്ട് 500 രൂപ വരെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ്. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് കഫേ ഡസ് ആർട്സ് ക്ലോസ്ഡ് ആണ്. അതിന് പകരമാണ് ഈ ഒരു കഫേയുടെ കാണിച്ചത്. സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആ ഒരു ഫേമസ് കഫേയിൽ പോകാൻ പറ്റില്ലല്ലോ, അത് ക്ലോസ് ആയി പോയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു പൊസിഷൻ പോലും, ഫോട്ടോ ഉള്ള ഒരു സ്ഥലം പോലും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു ഫുൾ സെക്ഷൻ മുഴുവൻ ഇങ്ങനെ കളർഫുൾ ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. പല പല ബിൽഡിംഗ് ഇങ്ങനെ കളർ അടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ ചെറിയുടെ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആട്ടെ ഈ കാണാം. ക്രാഫ്റ്റ് ബസാറായി കാണുന്നത്. ബസാർ ടൂറിസംകാരുടെയാണിത്. ഇത് ഇവിടുത്തെ ഒരു ക്രാഫ്റ്റ് മാർക്കറ്റ് ആട്ടെ. ഇഷ്ടംപോലെ സാധനങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ്സ്. ഇത് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയാ. തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയ കമ്മല്. ഇതൊക്കെ തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയ കമ്മല്, മാലയൊക്കെ. ജൂട്ട് ബാഗുകള് 550 രൂപ. നല്ല തന്നെയാ. 550 നല്ല ബാഗ് ഇങ്ങനെ ഉണ്ട്. നല്ല ബാഗായത്. ഇതാട്ടാ പ്രൊമിനാഡ് ബീച്ചും അതിന് നടക്കണ സ്ഥലമാണിത്. അയാള് പറഞ്ഞത് ഗാന്ധി ബീച്ചാണ് ഇത്. ഭയങ്കര അലയാ. ഇത് റോക്ക് ബീച്ചാണ്. ഇത് ചന്ദ്രബി. ഭയങ്കര കാറ്റാണ്. രസമുണ്ടല്ലേ വെള്ളത്തിന്റെ. പോണ്ടിച്ചേരിയിൽ വരുമ്പോൾ എന്തായാലും ഫ്രഞ്ച് പേസ്ട്രീസിനൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണ്, ഷോപ്പാണിത്. നമുക്ക് ഉള്ളിൽ പോവാം, ബാ. ഇരുന്നിടുക. നമ്മള് അവിടെ കേറി കഴിഞ്ഞപ്പോ ഒരു പൂരത്തിന്റെ അടി. ഇതിലും നല്ല സംഭവങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് ഒട്ടും ഭയങ്കര ക്യൂ ഉണ്ട് ഇതൊക്കെ കിട്ടാനായിട്ട്. അയ്യോ, ഭയങ്കര വിലയാ. ഒടുക്കത്ത് വില. 100 ഗ്രാമിന് 350 രൂപ. പിന്നെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടതൊക്കെ തീർന്നു കഴിഞ്ഞ
നമ്മൾ അവിടെ നോക്കിയപ്പോണ്ടല്ലോ, നമ്മൾ ഓൾറെഡി കഴിച്ച തരത്തിലുള്ളതാണ്. പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ഈ ഫ്രഞ്ച് പേസ്ട്രീസ് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഇത് കാണാത്ത ആൾക്കാർക്ക് മേ ബി അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ എനിക്ക് ആ ക്രൗഡിൽ ആ ഐഡിയ ഉണ്ട്, അതിന് മാത്രം എനിക്ക് തോന്നിയില്ല. ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മളുടെ ആദ്യത്തെ ദിവസം ഇൻ പോണ്ടിച്ചേരി കഴിഞ്ഞ് ഇത് നമ്മൾ എന്തൊക്കെ കണ്ടു. നമ്മൾ ഇന്ന് പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗൺ ഏരിയയിൽ പോയിട്ട് എവിടെയാണ് കളർ വീടുകൾ എന്ന് പറഞ്ഞ് നടക്കായിരുന്നു കേട്ടോ. എന്നിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ യെല്ലോ കളറിലും അങ്ങനത്തെ. പോണ്ടിച്ചേരിയിലെ ആദ്യത്തെ ദിവസം അമ്മയെ കൊണ്ട് ഞാൻ തോറ്റ്. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. നമ്മൾ ഇന്ന് ആക്ച്വലി ഉണ്ടല്ലോ, ആദ്യം തന്നെ വന്നിട്ട് നമ്മൾ ആ ചർച്ച് കണ്ടു. ചർച്ച് നല്ല തന്നെയായിരുന്നു, നല്ല മിറർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു ചർച്ചാണ്. അതൊരു 10 മിനിറ്റ് മതിയിട്ട് നമുക്ക് കാണാനായിട്ട്. പിന്നെ നമ്മൾ പോയത് നമ്മളൊരു കാഫേയിലേക്ക് പോയി. കാഫേ ഡസ് ആർട്സ് എന്ന് പറഞ്ഞൊരു കാഫേ. ഒരുപാട് ആൾക്കാർ ടാഗ് ചെയ്തിട്ട് ഇതെന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞൊരു കാഫേ ഉണ്ട്. എങ്ങനെ നോക്കിയിട്ടും ഗൂഗിളിൽ അതിൻ്റെ ലൊക്കേഷൻ കിട്ടണില്ല. അങ്ങനെ കാണിച്ചു തന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ പോയി. എന്നിട്ട് നമ്മൾ വിചാരിച്ചു ഇതായിരിക്കുമോ ഇനി കാഫേ ഡസ് ആർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറി ഇരുന്നിട്ട് പാസ്തയും കേക്കും കഴിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ മുടിഞ്ഞ വിലയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ പോണ്ടിച്ചേരിയിൽ ഒട്ടുമിക്ക കഫേകളിലും നല്ല റേറ്റ് തന്നെ ആയിരിക്കും. നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ട് വേണമല്ലോ പോകാനായിട്ട്. ഒരു ചായക്ക് 150 രൂപ, പാസ്തയ്ക്ക് 450 രൂപ, പിന്നെ എന്താ കേക്കിന് ഓൾമോസ്റ്റ് 250 രൂപ, അങ്ങനെയാണ് പ്രൈസ് ആയിരുന്നത്. എന്നിട്ട് അത് വളരെ സ്പേസിങ് കുറവായിരുന്നു. ഉള്ളിൽ കയറിയിരിക്കും കുറച്ച് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പേസിങ് വളരെ കുറവായിരുന്നു. എന്നിട്ട് അച്ഛൻ പറയായിരുന്നു ഇതാണോ നിങ്ങൾ പറഞ്ഞ വലിയ കഫേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കല്. പിന്നീട് എനിക്ക് മനസ്സിലായത് കഫേ ഡേ ആർട്സ് എന്ന് പറഞ്ഞ കഫേ പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ്. അതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് ടൗണിലേക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ചത് ഫ്രഞ്ച് കോളനി എന്ന് പറയുമ്പോഴേക്കും ഒരു റോലായിട്ട് ഇങ്ങനെ കളർ ചെയ്ത വീടുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല അമ്മയും വിചാരിച്ചത്, അങ്ങനെയാണ് അമ്മയും വിചാരിച്ചത്. നമ്മളിപ്പോൾ കേപ്പ് ടൗണിലാണെങ്കിലും നമ്മുടെ കളറിൻ്റെ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഫുൾ കളർ അടിച്ച വീടുകളുള്ളത്. അതിങ്ങനെ നിറയായിട്ട് ഫുള്ള് കളർ അടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ എന്തുട്ടാ എല്ലാവരും ഇങ്ങനെ ഭയങ്കര നല്ല കളർഫുൾ ഫോട്ടോസ് ഇട്ട് എന്താണ് ആക്ച്വലി സ്പീക്കിംഗ് പല ചില ബിൽഡിങ്സിലായിട്ട് ആ കളർ അടിച്ചൊക്കെയാണ്. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെ കയറി നിന്ന് എടുക്കണം. അങ്ങനെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ എത്ര സെർച്ച് ചെയ്തിട്ടും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ച് ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ പ്രൊമിനാഡ് ബീച്ച് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്താ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. അത് ഫുള്ള് കെട്ടി അടച്ചിരിക്കുക. അവിടെ വെറുതെ നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഓൾറെഡി ബീച്ചിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ബീച്ചിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ മുഴുവൻ ആ ഗാന്ധി ബീച്ചെന്നും പ്രൊമിനാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ നടന്നു. എന്നിട്ട് അവിടെ ഒരു കഫേ ഉണ്ട്, ബേക്കേഴ്സ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാ ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അവിടെയായിട്ടാണ് കാണിച്ചത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പേസ്, അതിനാ കൂടി കുറച്ച് അതിലും ഭീകരമായ പേസ്ട്രീസ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല വില, നല്ല ഭീകരമായ വില. എന്നിട്ട് അവിടെ ഒടുക്കത്തെ അടി അത് വാങ്ങിക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് കുറേ ആൾക്കാർ വാങ്ങിച്ചില്ലാത്ത സ്ഥലത്ത് നിന്ന് കൈ പിടിച്ചൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ ഭയങ്കര കുറച്ച് ഓവർലി ഹൈപ്ഡ് ആണോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനി എനിക്ക് പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. നമ്മൾ ആക്ച്വലി എന്താ നമ്മൾ മേടിച്ചത് കാണിച്ചത്, കുറച്ച് തന്തൂരി ചിക്കനും കുറച്ച് റൈസും മേടിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസി വീടല്ല, പക്ഷെ സൗകര്യങ്ങളുള്ള വീടാണ്. 2 സൈഡിൽ AC ഉണ്ട്, നമുക്ക് കൂളാണ്. അതന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ. ബെഡ്റൂമിന് നല്ല സൗകര്യമുണ്ട്. ആ കൂടി 2 ബാത്റൂം ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത ഓപ്ഷനായിട്ട് തോന്നി. പിന്നെ TV-യിൽ യൂട്യൂബ് ഉണ്ട്. അപ്പോൾ അല്ല അമ്മേ, ഇന്നത്തെ ദിവസം പോണ്ടിച്ചേരിയിൽ അമ്മയുടെ അഭിപ്രായം എന്താ? നല്ല കുറച്ച് ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റില്ല. സൂര്യൻ അസ്തമിച്ച് പോയി അവിടെ എത്തിപ്പിക്കും. ബീച്ചിലെത്തിപ്പിക്കുമായി. പക്ഷെ ആ ബീച്ച് അതിന് ഇറങ്ങണ ബീച്ചല്ല. നമ്മള് വലിയ കാര്യത്തില് അത് റോക്ക് ബീച്ചാ. അത് റോക്ക് ബീച്ച് വേറെയാ. അതിനടുത്ത് തന്നെ റോക്ക് ബീച്ച് ഉണ്ട്.
ഇനി നമുക്ക് അച്ഛനോട് ചോദിച്ചു നോക്കാം. അച്ഛൻ, പോണ്ടിച്ചേരി ഡേ 1 അച്ഛൻ്റെ അഭിപ്രായം എന്താ? ബൈക്കും സ്കൂട്ടറാണ്. അപ്പൊ നിങ്ങൾ വരുമ്പോണ്ടല്ലോ ബൈക്ക് ഓടിക്കാൻ അറിയണവരാണെങ്കിൽ ബെസ്റ്റ് അക്കോമഡേഷനിൽ തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് 350 രൂപയ്ക്ക് ബൈക്ക് കിട്ടും. അത് അപ്പൊ ഓടിക്കുന്നതാണ്. പിന്നെന്താ അഭിപ്രായം, എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല അല്ലേ? ഫുഡൊക്കെ ഇത്തിരി ടൂറിസ്റ്റ് ഹൈപ്പിഡാണ്. അത് ഫുഡ് ഹൈപ്പിഡാണ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഈ വീടിനെ പറ്റി എന്താ അഭിപ്രായം? വീട് നല്ല വീടല്ലേ? ആ, ഇത് നല്ല വീടാണ്. പിന്നെ ഒരു ഹോംലി ഫീൽ അല്ലേ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ? നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കണ പോലെ തന്നെ ഒരു ഫീലാണ്. പിന്നെ നല്ല കിച്ചനുമാണ്, ഓപ്പൺ കിച്ചൺ, ഡൈനിങ് ടേബിൾ എല്ലാം ഉണ്ട്. അതോടുകൂടി നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഐശ്വര്യ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി.